നഗരസഭയിൽ നിന്ന് എടുത്ത് കളഞ്ഞു, മേൽസ്ഥാനം എടുത്ത് കളയണം അവരെ. പിന്നെ അല്ലാതെ അവർ വന്നത് MLA കൊടുത്ത നേരെ വന്ന് ഒന്ന് കട്ടിയത് കൊണ്ടൊന്നും വണ്ടി ഇവർക്ക് വ്യവസ്ഥ കൊടുത്തിരിക്കണം, റോഡ് കൊടുത്തിരിക്കണം. തിരുവനന്തപുരം നഗരസഭയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. പദവി കൊടുത്തത് ആര്യ രാജേന്ദ്രൻ ആരും വെറുതെ കൊടുത്തതല്ലല്ലോ, പൊതുജനം കൊടുത്തതാണ്. ജനം കൊടുത്ത പദവിയാണ്. പൊതുജനം കൊടുത്ത പദവി. ആ പദവി ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഇറക്കണോ വേണ്ടേന്ന് അവർ തീരുമാനിച്ചാൽ തീർന്നു ഈ പ്രശ്നങ്ങളെല്ലാം. ബസ്സിനകത്ത് ഒരു കാർഡുണ്ട്, മെമ്മറി കാർഡ്, അത് കാണാനില്ല. പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആ മെമ്മറി കാർഡ് കാണാനില്ല, അത് പോയി. അപ്പൊ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പയ്യൻ സർക്കിളിലും IG-ക്കും അവർക്കെല്ലാം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കൊക്കെ പരാതി കൊടുത്തിട്ട് ഇപ്പൊ ഒരു അനക്കമില്ലാതിരിക്കുന്നു. അവര് കാണിക്കുന്ന ഇത് കണ്ടല്ലേ ബാക്കിയുള്ളവരും അതേ കണക്ക് ചെയ്യില്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുണ്ട് അവരൊക്കെ ബോധവൽക്കരണം ചെയ്യണ ആൾക്കാരല്ലേ. എൻ്റെ മോനും ഒരു ഡ്രൈവറാണ്, ഓട്ടോ ഡ്രൈവറാണ്. നാളെയും അവർക്ക് ഇത് ആർക്കും ഇത് സംഭവിക്കാം. ഡ്രൈവറിന് ഒരു തെറ്റ് പറ്റിയാൽ അത് ആര്യ രാജേന്ദ്രന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാന്നേ ഉള്ളൂ. ഇതില് ഡ്രൈവറിന്റെ ഭാഗത്താണ് ഞാനും നിൽക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും മേയർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അതായത് കേരളത്തിൻ്റെ ഒരു സംസ്ഥാനമായ തിരുവനന്തപുരത്ത് ഒരു മേയറാണ്. അതായത് ഈ കേരളത്തിൽ വരുന്ന VIP-കളായി സ്വീകരിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പം അവർ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ ഗവൺമെന്റ് പ്രധാനമന്ത്രി പ്രസിഡന്റ് വരുമ്പോൾ എയർപോർട്ടിൽ ഈ വിവരമില്ല സ്ത്രീയാണ് പോയി എതിരേക്കാൻ വേണ്ടി വരുന്നത്. ആലോചിച്ചു നോക്കണം. ഗണേഷ് കുമാർ മേയറെ കൈവിട്ടു എന്ന് പറയാൻ പറ്റും. തീർച്ചയായും പറയാൻ പറ്റും. കാരണം എന്താണെന്ന് സാർ പഠിക്കുന്നുണ്ട്. ഗണേഷ് സാർ പഠിക്കുന്നുണ്ട്. മേയർ കാണിച്ചത് കുറച്ച് അവരവരുടെ പദവിക്ക് അനുസരിച്ചുള്ള ഇതല്ല അവർ കാണിച്ചത്. തിരുവനന്തപുരത്തിന്റെ സ്വന്തം മേയർ ഇപ്പോൾ ഏറെ വിവാദത്തിലേക്ക്. വാഹനം തടഞ്ഞത് ശരിയോ തെറ്റോ ജനാഭിപ്രായങ്ങളിലേക്ക്. നമ്മുടെ ചോദ്യം പൊതുവിലെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. തലസ്ഥാനത്തിന്റെ മേയർ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേയറാണ്. അതൊരു വനിത, പിന്നെ പ്രായം കൊണ്ട് കുറഞ്ഞൊരു തലസ്ഥാനത്തിന്റെ മേയർ എന്നൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടൊരു മേയറാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച വന്നപ്പോൾ വലിയൊരു ചർച്ച വന്നിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആ ഡ്രൈവറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് ബാക്കി നമ്മൾ. ഈ ഡ്രൈവർ യദുവിനെ അറിയാം, നേരിട്ട് അറിയുന്ന ആളാണ്. അയാളെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലൊരു ഡ്രൈവറാണ്, നല്ല സ്നേഹമുള്ള ചെറുപ്പക്കാരനാണ്. പുള്ളിക്കാരൻ്റെ വൈഫ് ഇപ്പം ഇല്ല, കൊച്ചിനെ വളർത്താൻ വേണ്ടി തന്നെയാണ് വണ്ടി വരുന്നത്. പോയതാണ് കുടുംബ വിഷയം. തന്നെയും ആ പയ്യൻ പറഞ്ഞത് കറക്റ്റാണ്. അത് നമ്മളെ പയ്യനെ ആ കൊച്ചിനെ വളർത്താൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷെ ആ കാണിച്ചത് അതിന് നമ്മളെ മേയർ പറയുന്ന കാര്യത്തിൽ 1-2 തെറ്റുകളുണ്ട്. ആ വണ്ടി ഒതുക്കി ഇട്ടിട്ട് ഇറങ്ങി വന്നു എന്ന് പറയുന്നതൊക്കെ ആ സീബ്ര ലൈൻ ഇട്ടിട്ടാണ് മേയർ വന്ന്. അങ്ങനെ ഇതുണ്ടെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ മതിയായിരുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾക്ക് അത് കൈകാര്യം ചെയ്യാൻ വകുപ്പിൽ ചെയ്യാതെ ഇത്തരം സാധാരണഗതിയിൽ നാട്ടുകാർ ചെയ്യുന്നത് പോലെ. അപ്പൊ നമ്മളൊരു പ്രദേശത്ത് വന്ന പെട്ടെന്ന് ഒരു ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ തെറി വിളിച്ചു, നമ്മൾ ഓവർടേക്ക് ചെയ്ത് അവനെ പോയി പിടിച്ചിർത്തി, അത് സാധാരണക്കാരൻ ചെയ്യുന്നതാണ്. പക്ഷെ അതൊരു ഉത്തരവാദിത്തപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്നവർ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഇത്രയും പേര് കേട്ടൊരു ആളാണ്, പ്രായം കുറഞ്ഞ ഒരു മേയർ. പിന്നെ അങ്ങനെ ഒരിക്കലും ഇപ്പം ചെയ്തത് ദുരുപയോഗം തന്നെയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അല്ലല്ല, കേസ് എടുക്കൂലെന്ന് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാർ പറഞ്ഞിട്ടുണ്ട്. അയാളെ ഭാഗത്ത് വീഴ്ചയില്ല എന്നുള്ള മന്ത്രി ഇപ്പൊ ശരിക്കും ഡ്രൈവറിനോടൊപ്പം. സാറിന് അറിയാം, ഗണേഷ് കുമാർ സാറിന് ഈ വണ്ടിയുടെ കാര്യങ്ങൾ അറിയാം. സാറ് പറഞ്ഞത് KSRTC മന്ത്രിയാണ്, പ്രൈവറ്റ് ബസിന്റെ മന്ത്രിയാണ്. സാറ് ക്ലീനാണ്. ഗണേഷ് കുമാർ മേയറെ കൈവിട്ടു എന്ന് പറയാൻ പറ്റും. തീർച്ചയായും പറയാൻ പറ്റും. കാരണം എന്താണെന്ന് സാർ പഠിക്കുന്നുണ്ട്, ഗണേഷ് സാർ പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിയതിനു ശേഷം ആക്ഷൻ ഉണ്ടാവും, തീർച്ചയായും നടപടി ഉണ്ടാവും. ഓക്കെ. ഇത് 2 ദിവസം കഴിയുമ്പോൾ തീരുമില്ല, അത് വീണ്ടും നിൽക്കും. ഇതല്ല പ്രശ്നം. അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നാമത് ഈ ട്രാൻസ്പോർട്ടുകാർക്ക് ശമ്പളം കിട്ടില്ല. എല്ലാവരും കൂടെ ഒത്തങ്ങ് സമരം ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. എന്ത് ഒരു വണ്ടി ഓടരുത്. അപ്പം മേയർ പഠിക്കും. ശരിക്കും പറഞ്ഞ ഒരു മേയർ ഇങ്ങനെ ബസ്സിനെ തടഞ്ഞു നിർത്തി ഇങ്ങനെ ചോദിക്കാമോ? ഇപ്പം നമ്മൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വെച്ചുണ്ടോ? ആരുടെ ഭാഗത്ത്? മേയറുടെ ഭാഗത്ത് ഉണ്ട്. എന്താണ് സംഭവം? എന്താ ഒരു സീബ്ര ലൈനിലാണ് വണ്ടി തടഞ്ഞിരിക്കുന്നത്. വണ്ടി കൊണ്ട് തടഞ്ഞിട്ട് അത് ഈ പത്രത്തിലൊക്കെ നമ്മൾ കാണണം, TV ഒന്നും കാണാക്കില്ല. എനിക്ക് അവര് പിന്നെ അങ്ങനെ ചെയ്തത് തെറ്റാണ്, ശരിയാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ ആ മറ്റേ ഡ്രൈവർ എന്തോ ഒരു ആംഗ്യം കാണിച്ചു, അതൊന്നും നമുക്കറിയില്ല, നമ്മൾ കണ്ടില്ല. അത് നമ്മളെ കണ്ടില്ല, നമ്മൾ അറിഞ്ഞില്ല.
അതിപ്പോൾ എന്താണ് സംഭവിച്ചാലും നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. എങ്കിലും അവർ ചെയ്തത് തെറ്റാണെന്നുള്ളത് അവർ ചെയ്തത് തെറ്റാണ്. അവരൊരു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡ്രൈവർക്കെതിരെ നടപടി വരുമോ? അത് കേസെടുത്തിട്ടുണ്ട്. അത് സർക്കാരാണല്ലോ, അവർക്ക് ആരെ പേരിലും എടുക്കാം. കേസ് ആരുടെ പേരിലും എടുക്കാം. മേയർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പദവിയുള്ള ആളാണ്, തലസ്ഥാന മേയർ. ആ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. ഒരു തലസ്ഥാനത്തിൻ്റെ മേയർ നമ്മുടെ ആര്യ രാജേന്ദ്രൻ വളരെ പ്രായം കുറഞ്ഞ, എന്നാൽ പക്വതയുണ്ടെന്നും പക്വതയില്ലെന്നൊക്കെ പറയാം, അത് വേറെ വിഷയം. പക്ഷേ ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവർ വാഹനത്തിനെ തടഞ്ഞിട്ട് ഒരു വലിയൊരു വിവാദത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ശരിയോ തെറ്റോ? അത് തെറ്റാണ്. അവർ കാണിച്ചത് തെറ്റാണ്. അവർ കാണിക്കുന്ന ഇത് കണ്ടല്ലേ ബാക്കിയുള്ളവരും അതേ കണക്ക് ചെയ്യില്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുണ്ട് അവരൊക്കെ ബോധവൽക്കരണം ചെയ്യണ ആൾക്കാരല്ലേ. ബാക്കിയുള്ള ജനങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കേണ്ട, മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാർ ഇങ്ങനെ കാണിച്ചാൽ ബാക്കിയുള്ള ജനങ്ങൾ എന്ത് ചെയ്യും? അവർ ഇരിക്കുന്ന അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണോ? ഇല്ല, തീർച്ചയായിട്ടും വേറെ നടപടിക്രമങ്ങൾ വേറെ ഉണ്ട്. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. മേയർ അവരെ ഇത് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണമായിരുന്നു. അപ്പോഴും വണ്ടി തടഞ്ഞാൽ തെറ്റാണോ? അപ്പോൾ വണ്ടി തടഞ്ഞാൽ തെറ്റാണ്. എല്ലാവരും കണ്ടവരെല്ലാവരും പറയുന്നുണ്ട് തടഞ്ഞാൽ തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്യാൻ പാടില്ല. ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു. അവർ നടപടിക്രമങ്ങൾ വേറെ ഉണ്ടായിരുന്നു, പോലീസിനെ വിളിക്കാം അല്ലേ. പക്ഷെ അവർ വാഹനത്തിൽ ഈ ഡ്രൈവർ എന്തോ അപമര്യാദയായി പെരുമാറിയെന്നോ എന്തോ ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി തടഞ്ഞെന്ന് പറയുന്നത്. ശരിയാണോ? ഞാൻ ന്യൂസ് കേട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും തടഞ്ഞത് തെറ്റാണ്, വാഹനം തടഞ്ഞിട്ട് തെറ്റാണ്. ശരിക്കും തെറ്റല്ലേ കാണിച്ചത്? ഡിവൈഡറിൽ കൊണ്ടുവന്ന് ഇടിച്ച് നിർത്തിയിട്ട് അല്ലേ തടഞ്ഞു നിർത്തിയെന്ന് പറയുന്നത്. ഞാൻ ന്യൂസ് കണ്ടില്ല, പത്രം കണ്ടില്ല. 2-3 ദിവസം കൊണ്ട് അതാണ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റവനെ അതിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഒരാവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഡെയിലി വേജ് ആയിരിക്കാം, കേസെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ എടുക്കട്ടെ, കേസെടുക്കട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ? ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവർക്ക് നടപടി എടുക്കാൻ അല്ലാതെ വകുപ്പുകളുണ്ട്. തടഞ്ഞിട്ട് മനുഷ്യരെ കൊണ്ടുപോകുന്ന വണ്ടി അതിനെ തടഞ്ഞിട്ടിട്ട് ഇവരും ചെയ്യണ സർക്കാർ സേവനം തന്നെ. മേയർ ഒരു ബസ്സിനെ തടഞ്ഞു നിർത്തിയത് ശരിയാ തെറ്റാ? കാരണം നമ്മളൊന്നും അറിയുന്നില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത്. കാരണം നമ്മൾ അറിഞ്ഞ കാരണം അവരെ വാഹനം തട്ടാൻ ശ്രമിച്ചു. അപ്പോൾ അവരെ അത് തടയാൻ ശ്രമിച്ചപ്പോഴോ ചോദ്യം ചെയ്തപ്പോഴോ എന്തോ ആംഗ്യം കാണിച്ചു, അതുകൊണ്ട് അവർ തിരിച്ചു വന്നു. അവർ പറയുന്നുണ്ട്. ശരി ആരെ ഭാഗത്താണെന്നുള്ളത് ആരും പറഞ്ഞില്ല. ബസ്സിലെ യാത്രക്കാരും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഇല്ല. ഡ്രൈവറിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഡ്രൈവറുടെ ഇപ്പം എന്താണ് എന്നുള്ളത് ഇപ്പം അവൻ ഞങ്ങളവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പയ്യനാണത്. യദുവിന്റെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അറിയാന്നുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ കണ്ടെടുത്തോളം 100% ഓക്കെയാണ്. അവന്റെ ഭാഗത്ത് തെറ്റ് വരാൻ സാധ്യതയില്ല. പിന്നെ എന്താണ് വണ്ടി ഓട്ടത്തിൽ ചിലപ്പോൾ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞോ, ഇടയ്ക്ക് എന്തെങ്കിലും തലയിലിട്ട് എന്ത് കാണിക്കുന്നവരും ചോദിച്ചോ, അത് പറയാൻ പറ്റില്ല. നമ്മൾ കാണാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പ്രകോപനം കൊള്ളണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാരണം ചിലപ്പോൾ അവര് കാണിച്ചായിരിക്കും ഉണ്ടായിരിക്കണം. എന്താണെന്നുള്ളത് പക്ഷെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഇത്രയും പ്രകോപനത്തിൽ അങ്ങനെ തെറ്റാണ്. കാരണം മേയർ പദവി നോക്കണമായിരുന്നു. അല്ലെങ്കിൽ മേയറെ കൂട്ടത്തുള്ള ഒരു ബാക്കിയുള്ളത് ഇറങ്ങി പറഞ്ഞാലും മതിയായിരുന്നു. മേയർ ഇറങ്ങി അത് പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. പൊതുജനത്തിന്റെ അഭിപ്രായം പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. അതിന് അല്ലെങ്കിൽ മേയറിന് ആ സമയത്തിന് മേയറിന് ഫോൺ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സിഗ്നലിലായാലും പോലീസുകാരുള്ളതാണ്. അവരെപ്പോഴും വണ്ടി അവിടെ പിടിക്കും, നടപടി എടുക്കാനുള്ളതാണ്. മേയർ നിയമത്തിന്റെ വഴിക്ക് പോയാൽ മതിയായിരുന്നല്ലോ. ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ അത് കാണിക്കേണ്ട രീതിയിലായിരുന്നു ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഹൈവേയിലാണെങ്കിൽ പോലും, മെയിൻ ഹൈവേയിലാണെങ്കിൽ പോലും ആ സ്ട്രീറ്റ് ബ്ലോക്കേഴ്സിന് തൊട്ട് ഫ്രണ്ടിലുള്ള വരയിൽ ഒന്നപ്പുറത്തോട്ട് നീക്കി കഴിഞ്ഞാൽ അപ്പോഴേ ട്രാഫിക് പോലീസ് വന്ന് ക്യാമറ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ പറ്റി വന്നിട്ടുമുണ്ട്. അപ്പം അത്തരം ഇതിൽ നിൽക്കുമ്പോൾ തെളിവ് സഹിതം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസ് ആദ്യമേ കൊടുത്തതിന് ശേഷം പിന്നെ കൗണ്ടർ ഫൈലിങ്ങിലാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഒരു പരാമർശം വന്നു എന്നുള്ള കാര്യം അറിയില്ല. ഒരു താൽക്കാലിക ജീവനക്കാരനാണ്, അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം. വെളുപ്പിന് 2 മണിക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്ത് തൃശ്ശൂർ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത്. പൊതുവെ KSRTCയിലെ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെന്ന് പറയുമ്പോൾ അവരൊരു വലിയ സേവനമാണ് ചെയ്യുന്നത്. തീർച്ചയായും. കാരണം
ഇപ്പോൾ ഇന്ന് തൊഴിലാളി ദിനമാണ്. ഇന്ന് KSRTC എന്തുകൊണ്ട് KSRTCക്കാർക്ക് അവധി കൊടുത്തില്ല? അവർ ചെയ്യുന്ന ഒരു സേവനമാണ്. നമ്മളിപ്പോൾ ബാക്കിയുള്ള ഏത് പ്രൈവറ്റ് ബസ് ആണെന്നുണ്ടെങ്കിലും അല്ലാണ്ട് പോകുന്ന ടെമ്പോ ട്രാവലർ ആണെന്നുണ്ടെങ്കിലും അവർ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓടുന്നത്. പക്ഷേ KSRTC സംബന്ധിച്ചോളം അതൊരു സേവനം തന്നെയാണ്, ഗവൺമെൻറ് സർവീസിലൊരു സേവനം തന്നെയാണ് ചെയ്യുന്നത്. തലസ്ഥാനത്തിൻ്റെ മേയർ ഒരു ഏറെ പ്രശസ്തമായിട്ടുള്ളൊരു പല കാര്യങ്ങളുകൊണ്ടും പ്രായത്തിൻ്റെ കൊണ്ടും വനിത എന്നുള്ള രീതിയിൽ, പക്ഷേ അവരിൽ നിന്നും വന്നതൊരു വീഴ്ചയാണോ ശരിക്കും? വീഴ്ചയാണോ, അതിൻ്റെ പിന്നാമ്പുറത്തിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ എന്താ വളരെ നഗ്നതാ പ്രദർശനം ചെയ്തു എന്നും പറഞ്ഞ് ആംഗ്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പരാമർശമുണ്ട്. ബസ്സിനകത്ത് യാത്രക്കാരുണ്ടായിരുന്നു, അവരും കൂടെ അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. പക്ഷേ ദീർഘദൂരം യാത്ര ചെയ്തു വന്നതുകൊണ്ട് ചിലപ്പോൾ അവർ വിശ്രമിക്കാതിരിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മേയറിന് തന്നെ ഭർത്താവായിട്ടുള്ള MLA ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന രീതിക്ക് ജനങ്ങളെ വളരെ സൗമ്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കുന്നൊരു സംഹിതയിൽ നിൽക്കുന്ന ഒരാൾ വളരെ സൗമ്യമായിട്ട് ഈ കാര്യങ്ങൾ പെരുമാറി അവസരോചിതമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരാൾ ബസ്സിനകത്ത് കയറുന്നു. അതുപോലെ തന്നെ ഈ വണ്ടി ഇനി പോകത്തില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ ഇറക്കി വിടുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിക്ക് ശരിയാണോ എന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കൈവിട്ടുപോയ അവരെ കയ്യിൽ നിന്ന് സംഭവം അത് അവിടെ ഉണ്ടായിരുന്നവർക്കേ അത് പറയാൻ പറ്റത്തുള്ളൂ. എന്താണ് സംഭവിച്ചത് നമുക്കിപ്പം വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞ് ഉള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും ചില പോരായ്മകൾ എവിടെയോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഒരുപാട് അധികാരങ്ങൾ കയ്യിലുള്ള ഒരാളാണ് ആ ആൾ. ഇപ്പം നിങ്ങളൊരു 2 വീലർ യാത്രക്കാരനാണ്, നിങ്ങൾ കടന്നു പോകുന്ന ഒരാൾ എന്തെങ്കിലും അസഭ്യം പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ചെന്ന് ചേസ് ചെയ്ത് പിടിക്കും, മറുപടി പറയും. അതേസമയം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പദവിയിലിരിക്കുമ്പോൾ ആ പദവി ഉപയോഗിച്ച് അവിടെ പുറകെ പോകാതെ തന്നെ ചെയ്യാനുള്ള അധികാരമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്പർ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകളുണ്ട്. സെക്കൻഡുകൾക്കകം നടപടിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് പിന്നെ ഇങ്ങനെ ഒരു ചെയ്തതിൻ്റെ ആവശ്യകത എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോഴും തെളിയാണ്ടിരിക്കുന്നത്. അത് ചർച്ച ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ മന്ത്രിമാരും MLA മാരൊക്കെ ഇവിടെ വഴി പോകുന്നത് എത്രത്തോളം സ്പീഡിലാണെന്ന് നമുക്കറിയാം. പല സന്ദർഭങ്ങളിലും കൊടും വെയിലത്തും മഴയത്തും ഒക്കെ ഞങ്ങൾ പ്രത്യേകിച്ച് 2 വീലറുകാർ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഹൈവേകളിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇത്രയും ചൂട് കൂടുന്ന സാഹചര്യങ്ങളിലൊക്കെ മന്ത്രി പോകുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ MLA പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് തടഞ്ഞു നിർത്തുകയും അതിലൂടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ സെക്കൻഡുകൾക്ക് പോലും വിലയുള്ള ആൾക്കാരാണ് അവർ. അതേപോലെ തന്നെയാണ് നമുക്കും സമയം എന്ന് പറയുന്നത്. സമയം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണുള്ളത്. നമുക്കിപ്പോൾ ജോലിക്ക് പോകാൻ ഒരു 10 മിനിറ്റ് പഞ്ച് ചെയ്യാൻ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കന്ന് ഹാഫ് ഡേ ലീവാണ്. നമ്മളൊരു ചിലപ്പോൾ ഒന്ന് വരാനൊന്ന് വഴിക്കുക, അല്ലെങ്കിൽ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുക, എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോകുമ്പോഴത്തേക്കും അപ്പോഴേ പറ്റി വരും, അപ്പോഴേ ക്യാമറയിൽ പറ്റി വരും. ഇതൊന്നും എന്താ പറയുക, ഒരാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പം കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോലും പേടിക്കുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരൻ ഈ വണ്ടി പോകാനുള്ളതാണ്. പുള്ളിക്കാരന് ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരനെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ പേടിക്കുമ്പോഴും ജനപ്രതിനിധികൾ എന്തുകൊണ്ട് ഇത് അധികാരികളെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അവർ സ്വയം അധികാരികളാണ്, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്താ പറയുന്നത് ചേട്ടാ, നമ്മുടെ തലസ്ഥാനത്തെ മേയർക്കുണ്ടായത് പാളിച്ചയാണോ തെറ്റാണോ? അല്ല, ഇതിന് ഇത്രത്തോളം വാർത്താ മാധ്യമങ്ങൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കാൻ ഞാൻ ചോദിക്കുന്നത്. ഒരു സാധാ മനുഷ്യനല്ലേ, മനസ്സിലായാലും അവർ തലസ്ഥാനത്തിന്റെ മേയറല്ലേ. ഒരു മേയർ എന്ന് പറയുന്നത് സീറ്റിൽ ഇരിക്കുമ്പോഴല്ലേ ഉള്ളൂ. അവർ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ജനാധിപത്യ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, അവർ കാണിച്ചത് വീഴ്ചയാണോ ഇല്ലോ എന്നുള്ളതിനെ കുറിച്ചാണല്ലോ ചർച്ച നടക്കുന്നത്. മേയർ തന്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യത്തിന് പേഴ്സണലായിട്ടുള്ള ഒരു വണ്ടിയിൽ പോകുന്നവരാണ്. ഇപ്പൊ മേയറിന്റെ വണ്ടിയിൽ ബോർഡ് വെച്ച വണ്ടിയിലാണ് പോരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചേനെ, മേയർ വരുന്നുണ്ട് അല്ലെങ്കിൽ MLA വരുന്നുണ്ട് എന്നൊരു ഇതെങ്കിലും ശ്രദ്ധിച്ചേനെ. അകത്തിരിക്കുന്ന ആരാണെന്ന് പോലും അറിയില്ല. പിന്നെ എന്നിട്ട് ഇറങ്ങിയപ്പോഴും മേയറാണെന്ന് അറിഞ്ഞില്ല എന്നയാൾ പറഞ്ഞു. അറിഞ്ഞിരിക്കണമെന്നില്ല. ഇപ്പം എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ആ സമയത്തുള്ള പെട്ടെന്ന് ഭീഷണി മുടക്കുന്നു, ഇറങ്ങാൻ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ആവാം. അതും പോയിട്ട് പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ അപ്പോൾ തന്നെ പറയുന്നുണ്ട്. പല രീതിക്കും പുള്ളിക്കാരൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാനസികാവസ്ഥയിൽ പ്രതികരിച്ചു പോയതാണ്. ഇതിന് മുൻപുള്ള സമയങ്ങളിൽ, അതായത് പ്ലാമൂട് മുതൽ ഈ സാബല്യം കോംപ്ലക്സിന് മുന്നേ വരെ എത്തുന്നതിനിടയ്ക്കുള്ള ക്യാമറകൾ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യം മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചതെന്ന്.
അപ്പം അത്രയും റാഷ് ഡ്രൈവിംഗ് ആണ് ഈ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും റാഷ് ഡ്രൈവിംഗിലായിരിക്കുമല്ലോ അവർ വന്നിട്ടുണ്ടാവുക. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന എന്നെ ഓവർടേക്കുകയാണെന്നുണ്ടെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാലേ പറ്റത്തുള്ളൂ. അത്രയും വലിയൊരു വണ്ടി അത്രയും തിരക്കുള്ള സമയത്ത് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അപ്പോൾ അതിനെ ഓവർടേക്ക് കൊണ്ടാണ് വരുന്നത്. പല സ്ഥലങ്ങളും ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ്. അതേപോലെ നമ്മുടെ നിയമങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ തന്നെ പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും നിയമം ബാധകമാണ്. അത് സാധാരണക്കാരെന്നോ ജനപ്രതിനിധിയെന്നോ ഒന്നുമല്ല, എല്ലാവർക്കും നിയമങ്ങൾ ബാധകമാണ്. മേയർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അതായത് കേരളത്തിൻ്റെ ഒരു സംസ്ഥാനമായ തിരുവനന്തപുരത്ത് ഒരു മേയറാണ്. അതായത് ഈ കേരളത്തിൽ വരുന്ന VIP-കളായി സ്വീകരിക്കേണ്ട ഒരു മഹാവ്യക്തിയാണ്. അപ്പോൾ അവർ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. തെറ്റാണ്. ഇനി അഥവാ അവരുടെ ഭാഗത്തല്ല തെറ്റ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, അത് നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അത് നിയമപരമായി നടക്കട്ടെ. അത് നിയമമാണ് തീരുമാനിക്കേണ്ടത്. ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് നിയമം തീരുമാനിക്കും. CCTV ക്യാമറകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതൊക്കെ പരിശോധിച്ച് തീരുമാനം എടുക്കട്ടെ. ആരുടെ ഭാഗത്ത് ഡ്രൈവറുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിന് നടപടി, മേയറുടെ ഭാഗത്താണെങ്കിൽ അവർ പാർട്ടിക്കാരുണ്ട്, അതിൻ്റെ നടപടികൾ അവർ നോക്കും. അപ്പം മേയറുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെങ്കിൽ പാർട്ടി തീരുമാനം എടുത്താൽ മതിയോ? നിയമപരമായ തീരുമാനം അത് അവർ ആ പോസ്റ്റിലേക്ക് ആരാണ് നോമിനി ചെയ്താൽ അവർ തീരുമാനിക്കും, നടപടി എടുക്കും. അതെ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡ്രൈവർ പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ മേയറാണെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഇയാൾ തന്നെ കുറച്ച് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് KSRTC ശമ്പളമില്ല. അപ്പം ഇത് അറിഞ്ഞുകൊണ്ടെന്നുള്ള നാടകമില്ലേ? മേയറിനെ അറിയാം. മേയറിനെ അറിഞ്ഞുകൊണ്ട് ഇവര് ചോദിക്കുകയാണ് നമുക്ക് എന്ന് വെച്ചാൽ എനിക്ക് മേയർ അറിഞ്ഞുകൂടാ, പക്ഷെ എന്തുകൊണ്ട് KSRTC ശമ്പളം ഇല്ല? അപ്പൊ ഇതൊക്കെ ഒരു മേയറാണ് ശമ്പളം കൊടുക്കണം ചിലപ്പോൾ അയാൾ വിചാരിച്ചല്ല. പിന്നെ അവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ ഭരണകർത്താവാണെന്ന് നല്ലപോലെ അറിയാം. ഒരു മേയർ അറിഞ്ഞൂടെ കാര്യമില്ല. തലസ്ഥാനത്ത് എല്ലാവരും ഡെയിലി അറിയുന്ന ആൾക്കാരാണ്, ടിവിയിലും പത്രത്തിലും കാണുന്നവരല്ലേ. മാധ്യമങ്ങളെല്ലാം അവരെ ഈ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യാണ്. ഇതൊന്നും അവരെ രോമത്തിൽ പോലും ഏക്കാൻ പോണില്ല. നമ്മളെ വീട്ടിലായിരുന്നാലും ഒരു സ്ത്രീ അല്ലെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, ഇപ്പം നമ്മൾ അടുത്തുകൂടെ തന്നെ ഒരു സ്പീഡിൽ പോയാൽ നമ്മൾ എന്താണെന്ന് ചോദിക്കും. അത് നമ്മളെ ഒരു കെയറിങ് കൊണ്ടാണ്. അവർ മേയർ എന്നുള്ള സ്ഥാനം ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനെന്നുള്ള നിലയിൽ നോക്കുമ്പോൾ പ്രതികരിച്ചു ഒരാളിൽ നിന്നുണ്ടായ ഒരു എൻ്റെ വീട്ടിലായിരുന്നാലും എൻ്റെ അമ്മയും സഹോദരിയും കൂടെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നു. ഇങ്ങനൊരു സംഭവം വന്നാൽ ഞാൻ പ്രതികരിക്കും. അതൊരു മേയർ ആയത് കൊണ്ടാണ് ഇത്രയും ഒരു വിഷയമായത്. സാധാരണക്കാരനാണെങ്കിൽ ആരും നോക്കത്തോലുമല്ലോ, നടപടിയാകും. ഒറ്റപ്പെട്ട എത്രയോ സംഭവങ്ങൾ, എന്തുമാത്രം മരണം നടക്കുന്നു. ആരെങ്കിലും ഇതേപോലെ വാർത്തയാക്കണം. ഇത് ചിലവരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വാർത്തയാക്കുന്നതേ ഉള്ളൂ. ഇത് ആർക്കാണ് ഗുണകരമാകുന്നത്? അവരാണ് ഇത് കുത്തിപ്പോക്കുന്നത്. ഇത്രയും സ്ഥലത്ത് ഒറ്റപ്പെട്ട അപകടങ്ങളും റോഡ് ക്രോസിങ്ങും അതും ഇതും എല്ലാം നടക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇത് മാത്രം പൊങ്ങി വരുന്നു? എന്തെല്ലാം നമ്മളെ അപകടങ്ങളും ഇതൊക്കെ വാർത്ത വരുന്നു, അവർക്ക് കിട്ടുന്നു, അതിൻ്റെതായ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നേരെ ഭാഗത്ത് ഞാൻ ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ മേയറിന്റെ ഭാഗത്ത് തെറ്റില്ല. പറയാമായിരുന്നു മേയറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വെച്ചാൽ ഇത് മേയർ മേയർ ഇന്നലെ തന്നെ നഗരസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയാണ്. സ്ത്രീ എന്നുള്ള രീതിയിൽ ആരും ഇവിടെ ജനങ്ങൾ എല്ലാവരും അവർക്കൊരു ഇത് കൊടുക്കുന്നില്ല, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലൊരു മേയറാണ്. അവരൊരു എന്ന് വെച്ചാൽ അവർ ഭരണകർത്താവാണ്. പക്ഷെ അവർ എന്ത് പ്രതികരിച്ചുകൂടെ? അവർക്കും പ്രതികരിക്കാം. അല്ല, അവരെ വാ അടച്ച് കെട്ടാൻ പറ്റില്ല. ആ രീതിയിൽ അവർ പ്രതികരിച്ചു. ബാക്കിയുള്ളതൊക്കെ CCTV ക്യാമറയും മറ്റുമൊക്കെ പരിശോധിച്ച് നടപടി എടുക്കട്ടെ. നിയമപരമായി തന്നെ പോട്ടെ. നിയമപരമായിട്ട് അവർ പോകുന്നതന്നെ പറയുന്നത്. പിന്നെ എല്ലാവരും ജോലിക്കാരാണ്. ആരെയും ജോലി കളയാൻ ഈ സർക്കാർ ആഗ്രഹിക്കില്ല. പിന്നെ ശക്തമായ ഈ ഡ്രൈവറിനെതിരെ നേരത്തെ ഒരു കേസുണ്ട്. ഒരു മേയറിൻ്റെ അടുത്ത് ഇത്രയും രൂക്ഷമായിട്ടൊരു ഡ്രൈവറിന് സംസാരിക്കാമോ? ഡ്രൈവർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഡ്രൈവർ ഒരുപാട് ഇപ്പം നമ്മൾ ആ വീഡിയോയിൽ മാത്രമേ ഇത് കണ്ടുള്ളൂ. വീഡിയോ കാണാതെ ആ ഡ്രൈവർ എന്തൊക്കെ പറഞ്ഞു കാണിട്ടുണ്ടാവും ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ പിന്നെ മാധ്യമങ്ങൾ ആ ചെറിയൊരു പോർഷൻ എടുത്ത് എന്താണോ വിവാദമാവുന്നത് ചർച്ചയാക്കുന്നു എന്നുള്ളതാണ്. അതാണ് മെയിൻ. ചർച്ചയാവുന്നതാണ് മെയിൻ. ഇതിന്റെ യഥാർത്ഥ വസ്തുത ഈ ജനങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നിയമപരമായി അന്വേഷിക്കട്ടെ. തലസ്ഥാനത്തിന്റെ മേയർ കഴിഞ്ഞ ദിവസം
അവരാരോ ഒരു KSRTC ഡ്രൈവർ എന്തോ അസഭ്യമായി പെരുമാറി എന്നൊക്കെയാണ് പരാതി. പക്ഷേ വാഹനം തടഞ്ഞിട്ട് വലിയൊരു വിവാദമായി. അത് ശരിയോ തെറ്റോ? അത് തെറ്റാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബസ് ക്രോസ് കയറിയിട്ട് പാർട്ടിക്കാരായിക്കോട്ടെ. എന്നിട്ട് അത് ഇപ്പൊ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലതൊരു ബസ്സിനകത്തൊരു കാർഡുണ്ട്, മെമ്മറി കാർഡ്. അത് കാണാനില്ല. പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആ മെമ്മറി കാർഡ് കാണാനില്ല. അത് പോയി. അപ്പൊ ആ മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പയ്യൻ സർക്കിളിലും IGക്കും അവർക്കെല്ലാം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കൊക്കെ പരാതി കൊടുത്തിട്ട് ഇപ്പൊ ഒരു അനക്കം ഇല്ലാതിരിക്കുകയാണ്. ഈ ഇത് മേയറായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ സംരക്ഷിക്കാൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെയല്ല ആര് കുറ്റം ചെയ്തെന്നാലും കുറ്റക്കാരായാലും നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാര് തന്നെയാണ്. നമുക്കിപ്പം കുറച്ചു കാലം കൊണ്ട് അറിയാന്നുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്? തെറ്റാണ്. ആ പയ്യൻ മാപ്പും പറഞ്ഞു. അത് നമ്മൾ TV-യിൽ കണ്ടു. മാപ്പ് പറയുന്നത് അവരുടെ ഒരു പവർ കാണുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ആ പവർ കാണിച്ചു. പക്ഷെ പയ്യനെ അറിഞ്ഞുകൂടായിരുന്നു. അവൻ ആളിനെ തിരിച്ചറിഞ്ഞില്ല എന്നാണ്. അവന്റെ ജോലി പോകുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പക്ഷെ അവനെ ഡ്രൈവറിനെ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞതാണ് വളരെ സാധുവാണെന്നൊക്കെയാണ് തൊട്ടപ്പുറത്ത് അവനുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞത്. എന്തായാലും നടപടിക്രമങ്ങൾ നിയമപരമായി നീങ്ങട്ടെ അല്ലേ? വഴിയിൽ പോണ ഒന്നും പ്രതീക്ഷിക്കില്ല. പ്രതീക്ഷിക്കാന്നില്ല. അവസാനം ഇത് എഴുതി തള്ളും. പിന്നെ ആ പയ്യന് ജോലി തിരിച്ചെടുത്താൽ അത്രയും നല്ലത്. അത്രേ ഉള്ളൂ. KSRTC ഡ്രൈവറെ തടഞ്ഞു നിർത്തിയതാണല്ലോ വിഷയം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിയമപരമായി നടപടിയെടുക്കാനുള്ള ഒത്തിരി അധികാരം കയ്യിലുള്ള ഒരാളല്ലേ? അപ്പോൾ ഇത് ചെയ്തത് ശരിയാ തെറ്റോ? തെറ്റെന്ന് മാത്രമേ പറയുള്ളൂ. വേറൊന്നുമില്ല. ചെയ്തത് തെറ്റാണ്. ഇപ്പൊ ഡ്രൈവറിനെതിരെ നടപടി ഉണ്ടാവുമോ? അതാ മേയർക്കെതിരെ നടപടി വരുമോ? മേയർക്കെതിരെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നടപടി വേണം. അത് കാര്യം അന്വേഷിച്ചതിന് ശേഷം അതിന് മറുപടി ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ട ആരാ. ഇപ്പം ഞാൻ തന്നെ ഒരു തെറ്റ് ചെയ്താൽ സാറിന് എന്നെ വിളിച്ച് നിർത്തി കാര്യം ചോദിച്ചിട്ട് തെറ്റോ ശരിയോ രണ്ടും നോക്കി അന്വേഷിച്ച് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച് പയ്യൻ്റെ തൊഴിലിനെ ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ജനാഭിപ്രായമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കാര്യം അന്വേഷിക്കുക ചെയ്താൽ അത് തെറ്റാണ്. ചെയ്താലും സാറിന് ഒരു തെറ്റ് തന്നെ. ആര് ചെയ്താലും തെറ്റ് തന്നെ. KSRTC തടഞ്ഞിട്ട് ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ വിവാദമുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. കാരണം ഞാനത് അറിഞ്ഞതാണ്. ബസ്സിന് ഓവർടേക്ക് ചെയ്ത് കയറിയായിട്ടാണ് വണ്ടി നിർത്തിയിട്ടാണ് ഡ്രൈവറെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാളും ബസ് ഡ്രൈവറേക്കാളും ഓവർടേക്ക് ചെയ്ത് മുന്നേ കയറണമെങ്കിൽ ഇത്തിരി കൂടെ സ്പീഡ് വേണ്ടേ? അതാണ് പോയിന്റ്. ഇത്തിരി കൂടെ സ്പീഡ് വേണമല്ലോ. അപ്പോൾ കുറ്റക്കാരാരാണ്? അപ്പോൾ ഒരിക്കലും ഡ്രൈവർ കുറ്റമല്ല ചെയ്തത്. KSRTC ഡ്രൈവറെ പുറത്തല്ല കുറ്റമുള്ളത്. കുറ്റമല്ല. പക്ഷേ ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ അവർക്ക് നടപടി KSRTC ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ വേറെ വഴിയുണ്ട്. സെക്കൻഡുകൾക്കകം KSRTC ഡ്രൈവറെ കൊണ്ടുപോകാനുള്ള നിയമ സംവിധാനം ഇവിടെ ഇല്ലേ? മേയർക്ക് അങ്ങനെ ചെയ്തുകൂടെ? മേയർക്ക് നടപടി എടുക്കാം. പക്ഷേ ന്യായമായ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അയാളെ ഭാഗത്ത് തെറ്റില്ല, ഡ്രൈവറിന്റെ ഭാഗത്ത് തെറ്റില്ല. അറിഞ്ഞിടത്തോളം നമ്മൾ വാർത്തകൾ സീബ്ര ലൈനിൽ കൊണ്ട് കുറുകെ ഇട്ടു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. അതുമല്ല സ്വന്തം വാഹനത്തിലാണ്. ഔദ്യോഗിക വാഹനമല്ല. അല്ല, ഔദ്യോഗിക വാഹനമല്ല. അത് ഡ്രൈവർക്ക് അറിയില്ലായിരിക്കാം. ഡ്രൈവർ ആളാരാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയില്ല. അറിഞ്ഞാൽ തന്നെ അയാളുടെ ഭാഗത്തില്ലാത്തതുകൊണ്ടായിരിക്കും അയാൾ പ്രതികരിച്ചത്. എൻ്റെ മോനും ഒരു ഡ്രൈവറാണ്, ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ നാളെയും അവർക്ക് ഇത് ആർക്കും ഇത് സംഭവിക്കാം. ഉന്നതാധികാരികളുടെ ഇടയിൽ നിന്ന് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വിവാദത്തിൽപ്പെട്ടു. ഒരു KSRTC ബസ് തടഞ്ഞിട്ട് അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ചെയ്യാൻ പാടില്ല. നമുക്ക് ഇത് ചെയ്യാറുണ്ടല്ലോ, അത് വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. ഒരു വലിയൊരു അധികാരം കയ്യിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അധികാരം പ്രയോഗിക്കാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. നിയമത്തിൻ്റെതായ വഴിയിൽ കേസെടുക്കണേ രണ്ടുപേരെ കേസെടുക്കണമായിരുന്നു. പക്ഷപാതം കാണിക്കാത്ത രീതിയിൽ ചെയ്യണം.
അപ്പോൾ ഈ ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് പൊതുജനത്തിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ പട്ടത്ത് അല്ലെങ്കിൽ പ്ലാമൂട് മുതൽ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വന്നതാണ്. അപ്പം ബസ് ഓവർ സ്പീഡാണെങ്കിൽ പുറകെ വന്നവർ ഓവർ സ്പീഡല്ലേ? അതെ, തീർച്ചയായിട്ടും തെറ്റാണ്. അല്ല, അതാണ് പറഞ്ഞത്, അധികാരത്തിൻ്റെ ഇതുകൊണ്ടൊന്നും നമ്മൾ ഇത് കാണിക്കാം, അധികാരം കാണിച്ചു എന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിൽ തെറ്റ്. ബസ്സിനകത്തുള്ള ആൾക്കാരും അതുപോലെയാണ് ഡ്രൈവറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും തെറ്റ് മേയറിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ടെങ്കിൽ തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം. റോഡിനകത്ത് കുറേ കൊണ്ടിട്ട് അവിടെ ബാക്കിയുള്ളവർക്കും തടസ്സം സൃഷ്ടിച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ ദിവസം ഒരു KSRTC ഡ്രൈവറെ തലസ്ഥാനത്തിൻ്റെ മേയർ റോഡിലിറങ്ങി തടഞ്ഞു നിർത്തി പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്? അത് തെറ്റാണ്. മേയർ കാണിച്ചത് കുറച്ച് അവരവരുടെ പദവിക്ക് അനുസരിച്ചുള്ള ഇതല്ല അവർ കാണിച്ചത്. മേയർ എന്നുള്ളൊരു പക്വത ആ ഒരു പദവി കാണിക്കണമായിരുന്നു. തെറ്റുണ്ടെങ്കിൽ അയാൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് KSRTCയിലെ മാനേജറെടുത്തോ അല്ലെങ്കിൽ മന്ത്രി എടുത്തോ റിപ്പോർട്ട് ചെയ്ത് മാന്യമായ രീതിയിൽ അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്യാതെ ഇങ്ങനെ റോഡിൽ കൊണ്ടുപോകാൻ പോലെ ഇങ്ങനെ വന്ന് വളർത്തി പ്രശ്നം കാണിയാൽ ശരിയല്ല. അത് ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നു. ശരിക്കും നടപടിക്രമങ്ങൾ അവർക്ക് അധികാരം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചതാണ്. ഡ്രൈവർക്കെതിരെ നടപടി വരുമോ ഇനി? അതറിയില്ല. കേസ് രണ്ട് ഭാഗത്തും ഡ്രൈവർ നിയമം ലംഘിച്ചു വന്ന് ഡ്രൈവർക്കെതിരെയും പരാതിയുണ്ട്. അതുപോലെ തന്നെ അവരെ അസഭ്യമായി പെരുമാറിയെന്ന് പറഞ്ഞാൽ അവരും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ CCTV ദൃശ്യങ്ങളും വാഹനത്തിലെ യാത്രക്കാരും ഒക്കെ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അവർ സാക്ഷ്യം പറയുമോ? അതൊന്നും നമുക്കറിയില്ല. ഇവിടെ എന്ത് നടക്കണം നമ്മൾ നിരന്തരം കാണുന്നില്ല. ഇവിടെ എന്തൊക്കെ നടക്കുന്നത് കേരളത്തിൽ. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലും വലിയ പ്രതീക്ഷ വേണ്ട, പ്രതീക്ഷയില്ല. കൂടുതലും ഡ്രൈവർക്കായിരിക്കും കൂടുതൽ നടപടി വരാൻ സാധ്യത. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് നടക്കുള്ളൂ ഇവിടെ. അതിന് നടന്നുകൊണ്ടിരിക്കുന്നത്. പദവിയിലിരിക്കണത് ഇരിക്കാത്തതൊക്കെ വേറെ മറുവശം. പൊതുജനമാണല്ലോ പദവി കൊടുത്തത്. ആര്യ രാജേന്ദ്രന്റെ ആരും വെറുതെ കൊടുത്തതല്ലല്ലോ, പൊതുജനം കൊടുത്തതാണ്. ജനം കൊടുത്ത പദവിയാണ്. പൊതുജനം കൊടുത്ത പദവി. ആ പദവി ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഇറക്കണോ വേണ്ടേന്ന് അവർ തീരുമാനിച്ചാൽ തീർന്നു ഈ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ട് പദവി ആർക്കും ഒരു അലങ്കാരമല്ല. ഈ നാട്ടിൽ ജീവിക്കാൻ ആർക്കും ചെങ്കോലും കിരീടം ആർക്കും വേണ്ട. ആ പറയണ ഡ്രൈവറിനും വേണ്ട, മേയർക്കും വേണ്ട. കിരീടവും ചെങ്കോലും ഇല്ലാതെ നാട്ടിൽ ജീവിക്കാം. പൊതുജനങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം. അവർക്ക് മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കാനാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം ഇന്ന് നമുക്ക് തരുന്നുണ്ട്. അധികാരം ഭരണഘടന തരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് എനിക്ക് അധികാരമുണ്ട്, ഞാൻ പണ്ടത്തെ പോലത്തെ രാജാവാണെന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ആ തലമുറകൾ കഴിഞ്ഞുപോയി. അപ്പം അത് മനസ്സിലാക്കിയ ആര്യ രാജേന്ദ്രനെ കൊള്ളാം, അവരെ സർക്കാരിന് കൊള്ളാം. അപ്പം അതുകൊണ്ട് ഡ്രൈവറിന് ഒരു തെറ്റ് പറ്റിയ ആര്യ രാജേന്ദ്രന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാന്നേ ഉള്ളൂ. ഇതിൽ ഡ്രൈവറിൻ്റെ ഭാഗത്താണ് ഞാനും നിൽക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും കാര്യം ഇതിൽ നമുക്ക് നിയമം ഉണ്ടല്ലോ. നമ്മുടെ രാജ്യത്തൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. അത് ഉള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ. അതുകൊണ്ട് നിയമം ശരിയായ രീതിയിൽ പോവുമെങ്കിൽ ആ നിയമം എല്ലാവർക്കും നിയമം ബാധകമാണ്. പിന്നെ അല്ലാതെ ഇവിടെ നിയമം എല്ലാവർക്കും ബാധകമാണ്. അവിടെ എനിക്ക് ചെങ്കോലവും കിരീടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിയമം ബാധകമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? അത് ഈ രാജ്യത്ത് നടക്കില്ല. മനസ്സിലായില്ലേ? ഈ രാജ്യത്ത് അതിൻ്റെതായ രീതിയിൽ ഭരണഘടന ഡോക്ടർ അംബേദ്കർ ഉള്ള സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇനി ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ആ വ്യവസ്ഥയിൽ ജീവിക്കാൻ പറ്റണം. എല്ലാവരും, പൊതുജനങ്ങൾ എല്ലാവരും ആ രീതി തന്നെയാണ് ജീവിക്കേണ്ടത്. സ്വയം മനസ്സിലാക്കണം. സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. ആരെയും ഒരാളും ആരെയും മേളിലുമല്ല, ആരെയും താഴെയുമല്ല. അത് കണക്കാക്കി ജീവിച്ചാൽ ആർക്കും ഒരു പ്രശ്നമില്ല. നഗരസഭയിൽ നിന്ന് എടുത്ത് കളഞ്ഞു, മേയർ സ്ഥാനം എടുത്ത് കളയണം അവരെ. പിന്നെ അല്ലാതെ അതായത് നമുക്കിവിടെ ട്രാഫിക് ഉണ്ട്, പോലീസ് കമ്മീഷണറുണ്ട്, പിന്നെ നമുക്ക് ഒരുപാട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകാരുണ്ട്. ഇവർക്കെന്ത് കാര്യം പെട്ടെന്ന് ആ വണ്ടി ഓവർടേക്ക് തരാം? അവരെ ഉള്ള വില പോയില്ലേ? നമുക്ക് ഈ ചാനലിൽ നിങ്ങൾ സംസാരിക്കും. ഞാൻ ഒരു വലിയൊരു BMS ട്രെയിനുകളിലും മറ്റുള്ള പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. നമ്മൾ അവരെ തെറ്റുകയാണെങ്കിലല്ലേ ഇവർ പട്ടത്തു നിന്ന് ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് വരേണ്ട കാര്യം ഇവർക്കുണ്ട്. ഇവർ വന്നത് MLA ക്വാർട്ടേഴ്സിൻ്റെ അതിലാണ് വന്നിരിക്കുന്നത്. പാളയത്ത് യൂണിവേഴ്സിറ്റി നമ്മളെ ഓഫീസിൻ്റെ അവിടെ കൊണ്ടൊന്ന് ബ്ലോക്ക് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? ഇത് ശുദ്ധതണ്ടത്തിന് അവർ ഇനി ആ പദവിയിൽ ഇരിക്കണ യോഗ്യതയില്ല. മനസ്സിലായി? എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അവരങ്ങോട്ട് മൂത്താണ്. പക്ഷെ അതിന് ഒരു പക്വതയില്ല. പക്വതയിൽ ഈ പാർട്ടിക്കകത്ത് പക്വതയുള്ള ആൾക്കാരില്ല. നേരത്തെ കടകൾ നമ്മളെ വേറെ നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്കണം. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിയമപരമായി നടപടി എടുക്കാനുള്ള ഉണ്ടെങ്കിൽ അവിടെ വണ്ടി അവിടെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിടണം. അല്ലേ? പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഓവർടേക്ക് നേരെ ഇങ്ങ് വന്ന് ഇവിടെ നിന്ന് അതും അവർ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്?
MLA കോട്ടസിൻ്റെ അടുത്ത് ഒൻപയാണ് അവിടെ കൊണ്ടുവന്ന് വണ്ടി നേരെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഇതിനൊക്കെ ആൾക്കാർ നടക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. സീബ്ര ലൈനിൽ ഇട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അവർ കാണിച്ച ശുദ്ധ കണ്ടിത്തണം. എന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഒരു അയാൾ എന്തെങ്കിലും തെറ്റ് കാണിച്ച് അവൻ വെള്ളം അടിച്ചിരിക്കണം, ഒരു ബസ്സിൻ്റെ ഓയിലിരുന്നുണ്ട് ആ വണ്ടി ബാക്കിൽ വരണം. ഞാൻ വലിയ വണ്ടി ഓടിക്കുന്ന ആളാണ്, അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ചത്. ഇതൊക്കെ എവിടെ നടക്കണം? പറയുന്നത് ഒരു മേയറാണ്. മേയർ എന്ന് പറഞ്ഞാൽ നമ്മളെ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കണം, അല്ലെങ്കിൽ നഗരസഭയുടെ മാതാവ് യശോർത്താവ്. നമ്മളെ മേയറെ പോലെ ഒരു പദവിയുള്ളൊരു ആളാണ്. അതൊന്നും ശരിയായ കേസല്ല അവർ കാണിച്ചു കൊടുത്തത്. ആ പയ്യനെ ഉടനെ ജോലിക്കെടുത്തിട്ട് ഇവരെ മേയർ സ്ഥാനത്ത് പിരിച്ചു വിടണം. അതാണ് നമ്മുടെ ആവശ്യം. ഇത്രേ ഉള്ളൂ. അത് പാർട്ടിപരമായിട്ടല്ല, പൊതുജനം എന്നുള്ള രീതിയിൽ ഒരു ടാക്സി കൊണ്ടത് അവർക്ക് ഒരു ന്യായമല്ല. വണ്ടി അവർ അതിലേയും ചെയ്യുള്ളത് പട്ടത്ത് വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്നത് MLA കോടതിൻ്റെ വന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വണ്ടി ഇവർക്ക് അത് വ്യവസ്ഥ കൊടുത്തിരിക്കണം, റോഡ് കൊടുത്തിരിക്കണം. അതിനാണ് നമുക്ക് പിന്നെ ഒരുപാട് പോലീസ് കമ്മീഷണർ ഉള്ളത്, IG ഉണ്ട്, ഇവിടെ പല ആൾക്കാരുണ്ട്. ഒട്ടും നമുക്ക് മാനസികമായിട്ടുള്ള നമ്മൾ കേരള തിരുവനന്തപുരം നഗരസഭയിൽ വെറും നഗരസഭയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങളുണ്ടാവും. ഏതിപ്പോൾ ഓരോരുത്തരെ സ്നേഹിച്ചു കൊണ്ടുവന്നു പറഞ്ഞ ഒരു MLA സ്നേഹിച്ചു കൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ കണ്ടുകൊണ്ട് കണ്ടാൽ ഒരു ഡ്രൈവർമാരെയൊക്കെ ഇവർ സ്നേഹിച്ചു കിട്ടിയത്. അതാണെങ്കിൽ ഈ ഡ്രൈവർ അവരെ പീഡിപ്പിച്ചത് എന്ത് ലോകം കണ്ടാലോചിക്കണം. അവൻ എവിടെ പോയാലും തെണ്ടിത്തരം കാണിക്കും. ആര് പറയണം? നീ കണ്ട ഡ്രൈവർമാരുടെ അഭിപ്രായമാണ് നമ്മൾ ആട്ടോ ഡ്രൈവർമാരാണല്ലോ. നിങ്ങൾക്ക് പത്രത്തിൽ ഈ പയ്യനെ ഡ്രൈവറെ അറിയണം. മേയർ നമുക്ക് എല്ലാവർക്കും അറിയാം. മേയറെ നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരത്ത് ഈ ഇവിടെ പോയാലും ഞാനാണ് അവനെ ഇവരാണ് അവന്റെ കൂടെ ഗൺമാനായിട്ട് പോണത്. നമ്മളെ മേയർ ഞാനെന്നറിയാം. തലസ്ഥാനത്തിന് മേയർ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഈ ഗവർണറാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് വരുമ്പോൾ എയർപോർട്ടിൽ ഈ വിവരമില്ല സ്ത്രീയാണ് പോയി എതിരേക്കാൻ വേണ്ടി വരുന്നത്. ആലോചിക്കണം, നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ ഇവളെന്ന് പറയുമ്പോൾ മോശമാണ്. നമ്മളങ്ങനെ സംസാരിക്കാൻ അവർക്ക് വരെയല്ലോ, നമ്മളങ്ങനെ കാണിക്കാൻ ശരിയല്ലല്ലോ. പിന്നെ ഈ പയ്യൻ നമ്മുടെ രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമല്ലോ, കാണിച്ച് ശുദ്ധ കണ്ടിത്തനം. ഈ ഡ്രൈവർ പോണെടുത്ത് എല്ലാ പ്രശ്നവും നമ്മൾ മോശമല്ല അങ്ങനെ പറയുന്നത്. നമ്മൾ നല്ലതാ. നഗരമാതാവ് ആര്യ രാജേന്ദ്രൻ തെറ്റ് പറ്റിയോ എന്നാൽ ജനങ്ങൾ പറയുന്നതും കേൾക്കാം. പക്ഷേ നിയമത്തിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ആരാണ് തെറ്റ് ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടണം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.